കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യക്കാർ മുമ്പെങ്ങുമില്ലാത്ത വിധം സ്വർണം പണയം വെച്ചതായാണ് കണക്ക്. 2024 1 ലക്ഷം കോടി രൂപയായിരുന്ന മൊത്ത സ്വർണ്ണ വായ്പ 2025 ഫെബ്രുവരിയിൽ എത്തിയപ്പോൾ 2 ലക്ഷം കോടി രൂപയോളമായെന്ന് റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പറയുന്നു. ബാങ്കുകളിലെ മറ്റ് ജനങ്ങളിലുള്ള വായ്പയുടെ വളർച്ച കുറയുമ്പോഴാണ് സ്വർണ്ണ വായ്പയിലെ കുതിച്ചുചാട്ടം. സ്വർണം ഈടായി വാങ്ങി 1,02,562 കോടി രൂപയുടെ വായ്പയാണ് 2023-24 സാമ്പത്തിക വർഷം ബാങ്കുകൾ നൽകിയത്. എന്നാൽ ഇക്കൊല്ലം ഫെബ്രുവരി വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ സ്വർണ്ണ വായ്പ 1,91,198 കോടി രൂപയാണെന്ന് കണക്കാക്കുന്നു. മാർച്ചിലെ കണക്കുകൾ കൂടിയെത്തിയാൽ 2024-25 വർഷം 100% വളർച്ച നേടുമെന്നാണ് കണക്കാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക രേഖകൾ റിസർവ് ബാങ്ക് പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ബാങ്കുകളുടെ റിപ്പോർട്ടിൽ സ്വർണ്ണ വായ്പ കുതിച്ചുയർന്നെന്നാണ് പറയുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 50,011 കോടി രൂപയുടെ സ്വർണ്ണ വായ്പ വിതരണം ചെയ്തെന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. തൊട്ടു മുൻ വർഷത്തേക്കാൾ 53% വർധനവാണിത്. ഫെഡറൽ ബാങ്കിന്റെ സ്വർണ്ണ വായ്പ 20.93% വളർച്ചയോടെ 30,505 കോടി രൂപയായാണ് വർദ്ധിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം സ്വർണ്ണ വായ്പ എടുക്കുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കുന്നുവെന്നാണ് ബാങ്കിംഗ് രംഗത്തെ വിദഗ്ധർ പറയുന്നത്. നടപ്പു സാമ്പത്തിക വർഷത്തിലും ഈ പ്രവണത തുടരാനാണ് സാധ്യതയെന്നും ഇവർ പറയുന്നു. എന്തുകൊണ്ടാണ് സ്വർണ്ണ വായ്പ കൂടിയതെന്ന് നോക്കാം. ഇന്ത്യൻ കുടുംബങ്ങളുടെ വായ്പാശീലത്തിൽ മാറ്റം വരുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പ്രകടമാകുന്നതെന്നാണ് വിലയിരുത്തൽ. കുടുംബ ചെലവുകൾക്കായും മറ്റ് ആവശ്യങ്ങൾക്കായും ആളുകൾ കൂടുതലായി സ്വർണം പണയം വെക്കുകയാണ്. സ്വർണ്ണവില അനുദിനം വർദ്ധിക്കുന്നതിനാൽ സ്വർണം ഈടായി വാങ്ങി വായ്പ നൽകാൻ ബാങ്കുകൾ മടിക്കാറുമില്ല. 1 ഗ്രാമിന് അനുവദിക്കാവുന്ന വായ്പാ തുകയിലും ഇതോടെ വർധനവുണ്ടായെന്നാണ് കരുതുന്നത്. കാർഷിക വായ്പകളായി അനുവദിച്ച പല വായ്പകളും സ്വർണ്ണ വായ്പകളായി മാറ്റാൻ 2023 കേന്ദ്ര സർക്കാർ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതും സ്വർണ്ണ വായ്പകളുടെ എണ്ണം കൂട്ടി. ചില ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ സ്വർണ്ണ വായ്പകൾ നൽകുന്നത് RBI തടഞ്ഞതും വാണിജ്യ ബാങ്കുകളുടെ വായ്പകളിൽ വർധനവുണ്ടാക്കി. വായ്പ പുതുക്കൽ ഇനി എളുപ്പമാകില്ല. അടുത്തിടെ റിസർവ് ബാങ്ക് അവതരിപ്പിച്ച പുതിയ ചട്ടമനുസരിച്ച് ഇനി മുതൽ സ്വർണ്ണ വായ്പകൾ പുതുക്കൽ അത്ര എളുപ്പമാകില്ല. സാധാരണ വ്യക്തിഗത സ്വർണ്ണ വായ്പകൾ 12 മാസത്തേക്കാണ് അനുവദിക്കാറുള്ളത്. ഈ കാലാവധി കഴിഞ്ഞാൽ ഒന്നുകിൽ പണമടച്ച് സ്വർണം തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ പുതുക്കി വയ്ക്കുകയോ ചെയ്യുന്നതാണ് പതിവ് രീതി. 1 വർഷത്തെ പലിശ കൂടി ചേർത്ത് പുതുക്കിയ വായ്പയായി പുതുക്കി നൽകുകയാണ് മിക്ക ബാങ്കുകളും ചെയ്തിരുന്നത്. എന്നാൽ ഇനി മുതൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്നും സ്വർണ്ണ വായ്പ ക്ലോസ് ചെയ്യണം എന്നുമാണ് നിർദ്ദേശം. ഇത് ബാങ്കുകളിൽ കൃത്യമായി നടപ്പിലാക്കാനാണ് നിർദ്ദേശം. ഇതിനു പുറമെ കാർഷിക ആവശ്യങ്ങൾക്കായി സ്വർണം ഈടായി വാങ്ങി അനുവദിക്കുന്ന വായ്പ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും ബാങ്കുകൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം സ്വർണത്തിന്റെ വിലയിലാണ്. സ്വർണ്ണവിലയിൽ ഞെട്ടിക്കുന്ന വർധനവ് വന്നിരിക്കുകയാണ്. ആഗോള വിപണിയിൽ വലിയ മാറ്റത്തിലേക്കാണ് സ്വർണം പോകുന്നത്. കേരളത്തിലും ഇതിന്റെ പ്രതിഫലനമുണ്ട്. 2000 രൂപയാണ് ഇന്ന് 1 പവൻ സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ മെയ് മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണം എത്തി. ഇതേ ട്രെൻഡ് തുടർന്നാൽ വരും ദിവസങ്ങളിലും വില കൂടുമെന്നാണ് പ്രവചനങ്ങൾ. കഴിഞ്ഞ ആഴ്ച വലിയ ആശ്വാസമാണ് ലഭിച്ചിരുന്നത്. സ്വർണ്ണവില കുറയുന്നതായിരുന്നു ട്രെൻഡ്. എന്നാൽ കഴിഞ്ഞ ദിവസം 160 രൂപ വർദ്ധിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ 2000 രൂപ കൂടിയിരിക്കുന്നത്. അതായത് 2 ദിവസത്തിനിടെ 2160 രൂപ കൂടി. ആഗോള വിപണിയിൽ $105 വർദ്ധിച്ചിട്ടുണ്ട്. കേരളത്തിൽ 1 പവൻ സ്വർണത്തിന് 72,200 രൂപയാണ് ഇന്ന് നൽകേണ്ടത്. ഗ്രാമിന് 250 രൂപ വർദ്ധിച്ച് 925 രൂപയായി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 7,410 രൂപയായി കൂടി. വെള്ളിയുടെ വില ഗ്രാമിന് 108 രൂപയായി വർദ്ധിച്ചു.